എൻ്റെ പേര് എല്ലാവരും ഇപ്പം സാറ് പറഞ്ഞു ശ്രീനിജ എന്നാണ്. ശരിക്കും റെക്കോർഡിക്കലി കിടക്കുന്ന പേര് ശ്രീജ എന്നാണ്. കാരണം അത് അറിയാതെ എഴുതി അങ്ങനെ ആയിപ്പോയതാണ്. എൻ്റെ നാട് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ നാടെന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ്. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ബാംഗ്ലൂർ സെറ്റിൽഡായി. അങ്ങനെ ബാംഗ്ലൂരായിരുന്നു എൻ്റെ താമസവും കാര്യങ്ങളും എല്ലാം. അവിടെ വെച്ച് എനിക്ക് കല്യാണം കഴിഞ്ഞു. നല്ല രീതിയിൽ നല്ല ഒരു സാമ്പത്തിക ഇതിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരുന്നു, ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നു. അത് നല്ല സാമ്പത്തികം എന്ന് തന്നെ പറയണം. അത്രയും നല്ല നിലയിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ എനിക്ക് ആയുർവേദിക് ക്ലിനിക്ക് ഉണ്ടായിരുന്നു, ഹോട്ടൽസ് ഉണ്ടായിരുന്നു. ഇതിലെല്ലാം നന്നായിട്ട് ഞാൻ സക്സസ് ആയി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞ പോലെ ഒരു ചാത്തൻ വന്നു. അത് വന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു അടി വന്നു. ആ അടിയിൽ ഞാൻ പതറിപ്പോയി എന്ന് പറയാം. പക്ഷെ ഞാൻ അവിടുന്ന് പിടിച്ച് കയറി. എനിക്ക് കുട്ടികളുണ്ടായി. മൂന്നാമത്തെ കുട്ടി ജനിക്കുന്ന സമയത്ത് 5 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബസ്സിൽ പോകാനായിട്ട് എല്ലാ പ്രാവശ്യവും വീട്ടിലെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. അന്ന് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. ബൈക്ക് എടുക്കാണ്ടും കാർ എടുക്കാണ്ടും പുള്ളി ഒരു ഓല ക്യാബ് ബുക്ക് ചെയ്തു. അവിടുന്ന് ബാംഗ്ലൂർ മടിവാള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം മടിവാള ഇറങ്ങാണ്ട് അതിന് മുമ്പൊരു സ്ഥലത്ത് ഇറങ്ങി. അവിടുന്ന് പെട്ടെന്ന് ബസ് കയറാം, അവരവിടുന്ന് ബസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ്സിൽ കയറുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ലോറി വന്ന് ഇടിക്കുകയും അദ്ദേഹം തെറിച്ച് വീഴുകയും ചെയ്തു. ആ സമയം ഞാൻ 5 മാസം പ്രഗ്നൻ്റ് ആണ്. പോയി കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്നെ വിളിക്കാറുള്ളതാണ്. വണ്ടിയിൽ കയറി കഴിയുമ്പോൾ എന്നെ വിളിക്കാറുള്ളതാണ്. അപ്പം അന്ന് വിളിച്ചിട്ടില്ല. എനിക്ക് റിലേറ്റീവ്സും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും തന്നെ താമസിക്കുന്ന അവസ്ഥയുമാണ്. അപ്പോൾ ആ സമയത്ത് 1 മണിയായിട്ടും ഇദ്ദേഹം വിളിക്കുന്നില്ല. എന്താ വിളിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല. വീണ്ടും തുടരെ വിളിച്ചു. അപ്പോൾ ആരോ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് ആക്സിഡൻ്റ് ആയി. അപ്പം ഞാൻ ഓർത്തത് ഇനി ആർക്കെങ്കിലും ആക്സിഡൻ്റ് ആയാൽ ഇദ്ദേഹം അതിൻ്റെ പുറകെ പോകാറുണ്ട്, പിന്നെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ശരി ഒന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലെ ആളിൻ്റെ അടുത്ത് ഒന്ന് കൊടുക്കണേ, എന്നെ ഒന്ന് വിളിപ്പിക്കണേ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും കുറേ സമയം കഴിഞ്ഞ് വിളിക്കുമ്പോഴും ആളുടെ യാതൊരു അനക്കവും ഇല്ല. വീണ്ടും കുറേ സമയം കഴിഞ്ഞ് വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആരോ ഒരാൾ എടുത്തിട്ട് ഇതുപോലെ പറഞ്ഞു ഇങ്ങനെ ഈ ഫോണിൻ്റെ ഉടമസ്ഥനാണ് ആക്സിഡൻ്റ് ആയിരിക്കുന്നത്, അദ്ദേഹത്തിന് ബോധമില്ല, അപ്പോൾ അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അപ്പോൾ എവിടെ വെച്ചാണ് ഞാൻ അതോടുകൂടി തകർന്നു. കാരണം വെച്ചാൽ എൻ്റെ ലൈഫായിരുന്നു അതവിടെ പോയി. എനിക്ക് അത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഞാൻ ആരൊക്കെയോ വിളിച്ചു. എത്രയും പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ എന്നെ തിരിച്ചറിയാത്തൊരവസ്ഥയിലായിരുന്നു. എന്നെ അറിയില്ല, ഞാൻ ആരാണെന്നാ ചോദിക്കുന്നത്. എൻ്റെ വയറ്റിലപ്പോൾ കുട്ടിയുണ്ട്, 5 മാസം. തകർന്നു പോയില്ല. ആ തകർച്ചയിൽ കുട്ടി പുറത്തേക്ക് വന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആരൊക്കെയോടെ അഡ്മിറ്റ് ചെയ്തു. ഒരു സ്ഥലത്ത് ഞാനും ഒരു സ്ഥലത്ത് ഹസ്ബൻഡും. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ എഴുന്നേക്കാൻ പാടില്ല, എഴുന്നേറ്റ കുട്ടി പുറത്തേക്ക് വരും, കിടക്കണമെന്ന് പറഞ്ഞു. കിടന്നു.
ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ സഹായങ്ങളോ ഒന്നും ആരാണ് എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ 3 ദിവസം കിടന്നപ്പോൾ എന്നെ അത്ര പരിചയമില്ലാത്തൊരു ചേച്ചി ഒരു ദിവസം എവിടുന്നോ കണ്ടൊരു ചേച്ചി, ആ ചേച്ചി പ്രെയർ ചെയ്യുമ്പോൾ ചേച്ചിക്ക് എന്നെ വിളിക്കണമെന്ന് തോന്നി. ചേച്ചിക്ക് എൻ്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ചേച്ചി എങ്ങനെയോ എൻ്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഹോസ്പിറ്റലിലാണ്, ഇങ്ങനെ കിടക്കാണ്, ആരുണ്ട് നിൻ്റെ കൂടെ ചോദിച്ചു. ആരുമില്ല, ഞാൻ തന്നിച്ചേ ഉള്ളൂ, അപ്പുറത്ത് ഹസ്ബൻഡും അതെന്തായെന്ന് എനിക്കറിയില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും എന്ന് പറഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും ഞാനും ഹസ്ബൻഡും ഒരേ ഹോസ്പിറ്റലിൽ ഒരേപോലെ അഡ്മിറ്റ്. എനിക്ക് ഡെലിവറി പെയിനും, അത് ഡെലിവറി പെയിൻ എല്ലാ ലേഡീസിനും അറിയുന്നതായിരിക്കും. ഒരു ദിവസം കൊണ്ട് പ്രസവിക്കേണ്ടത് 1 മാസത്തോളം ഞാൻ അനുഭവിച്ചു. 1 മാസം ഞാൻ ആ വേദന എടുത്ത് ഞാൻ അവിടെ കിടന്നു. 1 മാസത്തിന് ശേഷം കുട്ടി അകത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സിസേറിയൻ ചെയ്തു കുട്ടിയെ പുറത്തെടുത്തപ്പോൾ കുട്ടിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. നേരെ NICU അന്നത്തെ ഒരു ദിവസത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 50,000 rupees. മെഡിസിൻ്റെ ചാർജ് വേറെ. അതിന് കുറച്ച് ആസ്തിയൊക്കെ ഉണ്ട്. പക്ഷെ എഴുന്നേറ്റ് പോയി എന്തെങ്കിലും ചെയ്താലല്ലേ പൈസ വരുള്ളൂ. എന്ത് ചെയ്യാൻ? 3 ദിവസം സിസേറിയൻ കഴിഞ്ഞിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. കാരണം ഹസ്ബൻഡ് ഇപ്പുറത്തെ കുട്ടി, എനിക്ക് എണീറ്റേ പറ്റുള്ളൂ. ഞാൻ എങ്ങനെയൊക്കെയോ എണീറ്റു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ പൈസയായിട്ട് വരും, എൻ്റെ കുട്ടീനെ എൻ്റെ ഹസ്ബൻഡിനെ രക്ഷിക്കണം പറഞ്ഞു. ഞാൻ പോയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ എൻ്റെ ഉണ്ടായിരുന്ന ആസ്തിയൊക്കെ പെട്ടെന്ന് ഞാൻ കൊടുക്കാൻ തുടങ്ങി. വണ്ടികളുണ്ടായിരുന്നു, ബെൻസ് കാർ വരെ ഉണ്ടായിരുന്നു. കുറേശ്ശായിട്ട് ഞാൻ വാങ്ങിച്ചതിലും വളരെ ചീപ്പായിട്ട് ആ സമയത്ത് തന്നെ ഒരുപാട് പേര് ഉപയോഗിച്ചു. അത് പെട്ടെന്ന് കാശ് ചോദിക്കുമ്പോൾ 10 ലക്ഷത്തിൻ്റെ സാധനത്തിന് 2 ലക്ഷം തരാമെന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ആരുണ്ടെങ്കിൽ 2 എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തു. എല്ലാ പൈസയും വാങ്ങിച്ചു, ഹോസ്പിറ്റലിൽ കെട്ടി. ഓരോ ദിവസവും ഓരോരുത്തരുടെ ചികിത്സ. ആ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ സിസേറിയൻ വയറ് പൊട്ടി. അത് പൊട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. വീണ്ടും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പൈസ പറയും. ഞാൻ ആയുർവേദം പഠിച്ച ഒരാളാണ്. ഞാൻ കുറച്ച് ബോൾഡാണ് എൻ്റെ വീട്ടിൽ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ പൈസ ഉണ്ടാക്കി ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെറുപ്പം മുതലേ ആരുടെയും പൈസ വാങ്ങിക്കാതെ തന്നെ പാർട്ട് ടൈം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി പഠിച്ച ഒരാളാണ്. അവിടെ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ഈ വയറ് പൊട്ടിയത് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ഡോക്ടറുടെയും നഴ്സുമാരുടെയും സഹായത്തോടു കൂടി ഞാനത് തനിയെ വലിച്ചു കെട്ടി. അവിടെ നിന്ന് ഞാൻ അത് വെച്ചിട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓട്ടമായിരുന്നു. പിന്നീട് ആ ഓട്ടത്തിൽ കറക്റ്റ് ഒരു മാസം NICU തന്നെയായിരുന്നു കുട്ടി. ഹസ്ബൻഡിന് NICUലേക്ക് വരാൻ പറ്റില്ല, കാല് കട്ടായി പോയി പാദം. അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നതും 1 മാസത്തിന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പല സുഹൃത്തുക്കളും സഹായിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. ആരെന്നറിയാത്ത പേരറിയാത്ത ഒരുപാട് പേരെന്നെ സഹായിച്ചു. അതിലൊക്കെ ഞാൻ പിടിച്ചിരുന്നു. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് 100 രൂപ എടുക്കാനില്ലാത്ത അവസ്ഥയിലെത്തി. 1 മാസം കഴിഞ്ഞിട്ടും NICU കുട്ടീനെ മാറ്റാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് അതിന് മുമ്പ് ഡെലിവറിക്ക് മുമ്പായിട്ട്, അതായത് പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് ഒരു മാഗ്നറ്റിക് പ്രോഡക്റ്റ് എടുക്കുമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. ഞാനന്നേരം ഇപ്പം എന്തിനാ എനിക്ക് മാഗ്നറ്റിക് പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ വേണ്ട പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പൈസയും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാനത് എടുക്കാൻ എനിക്ക് വേണ്ടാതെ തോന്നി. പക്ഷെ 1 മാസം കഴിഞ്ഞിട്ട് കുട്ടിയെ എടുക്കുമ്പോൾ ശ്വാസം കിട്ടുന്നില്ലാത്ത അവസ്ഥ വന്നപ്പോൾ 2 സർജറി കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്കൊക്കെ നടക്കുന്നുണ്ട്. പല ട്രീറ്റ്മെൻറ്റും അകത്ത് നടക്കുന്നുണ്ട്.
പക്ഷെ ഇതിലൊന്നും കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് 100 രൂപയ്ക്ക് എനിക്ക് വിഷമമായി. എന്ത് ചെയ്യണം? ഡോക്ടർ പറഞ്ഞു ഒരു കുപ്പി ബ്ലഡ് കൂടെ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തളർന്ന് ഞാൻ വാതിൽ പോലെ കരഞ്ഞു. എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണം എനിക്ക് അറിയില്ല. ചോദിച്ച സമയത്ത് ആരുടെയോ ഒരു ബൈസ്റ്റാൻഡർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ തരാം ബ്ലഡ് എന്ന് പറഞ്ഞു, പൈസ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ ബ്ലഡ് ഡയറക്റ്റ് എനിക്ക് കുട്ടിക്ക് കയറ്റാൻ പറ്റില്ല. ഞാനത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അയാളുടെ ബ്ലഡ് എടുത്തിട്ട് നമുക്ക് വേറെ ബ്ലഡ് ബാങ്കിൽ കൊടുത്തെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു. ആ ബ്ലഡ് കുട്ടിക്ക് കയറ്റി. അങ്ങനെ പോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങനെ ശ്രീനിജ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിന്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ നിനക്കത് ബോൾഡായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നീ ഇത്രയും ചെയ്യിപ്പിച്ചില്ലേ, പറയാൻ വിഷമമുണ്ട്. പക്ഷെ നീ ബോൾഡായിട്ട് നിന്നിട്ട് നമുക്ക് വെന്റിലേറ്റർ മാറ്റാം. വെന്റിലേറ്റർ മാറ്റിയാൽ കുട്ടി മരിച്ചു, അതാണ്. പക്ഷെ വെന്റിലേറ്റർ മാറ്റാം. കാരണം എൻ്റെ അവസ്ഥ ഇതാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. വെന്റിലേറ്റർ മാറ്റാൻ വേണ്ടി ഞാനും ഡോക്ടറും എല്ലാം അകത്ത് പോയി. അറിയാവുന്ന ദൈവത്തിനൊക്കെ വിളിച്ചു, ശരി മാറ്റാമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഡോക്ടറോട് ഒന്ന് പറയാൻ തോന്നി. ഡോക്ടർ ഞാൻ ഇത്രയും പഠിച്ചതെന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്കൊരു ചാൻസ് തരുമോ? ഞാൻ എനിക്കറിയുന്നത് കൂടെ ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ ചോദിച്ചു. ഒരു ഹോസ്പിറ്റലിൽ ആരും സമ്മതിക്കില്ല. കാരണം അലോപ്പതിയിൽ ആയുർവേദം പരീക്ഷിക്കാനോ ഹോമിയോ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ച് ഒരു വിദ്യ പ്രയോഗിക്കാനോ ആരും സമ്മതിക്കില്ല. പക്ഷെ ഡോക്ടർ എന്തോ ആ സമയത്ത് എനിക്ക് ദൈവമായിരുന്നു, ആള് സമ്മതിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു മാഗ്നറ്റിക് ബെഡ് തരുമോ ചോദിച്ചു. എൻ്റെ അടുത്ത് പൈസ ഇല്ല. അന്ന് ആ ബെഡിന് സിംഗിൾ ബെഡിന് 16,000 രൂപ വിലയുണ്ട്. എനിക്ക് തരുമോ ചോദിച്ചപ്പോൾ ആളത് എനിക്ക് എത്തിച്ചു തന്നു. എൻ്റെ അവസ്ഥ ആൾക്കറിയാവുന്നതുകൊണ്ട് അത് എത്തിച്ചു തന്നു. ഞാൻ അത് വെച്ചിട്ട് എൻ്റെ കുട്ടീനെ ആ മാഗ്നറ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് മരുന്ന് കൊടുക്കുകയും ആ വെള്ളം വായിൽ വെച്ച് കൊടുക്കുകയും, എനിക്കറിയാവുന്ന മാഗ്നറ്റിക് തെറാപ്പി പഠിച്ച ഒരാളാണ് ഞാൻ. എനിക്കറിയാവുന്ന മാഗ്നറ്റിക് തെറാപ്പി ഞാൻ പഠിച്ച വിദ്യയിലൂടെ തന്നെ എനിക്ക് മിറാക്കിളായി കൊടുത്തന്ന ആ ബെഡിലൂടെ ഞാൻ എൻ്റെ അവസാന ശ്രമം എന്നുള്ള രീതിയിൽ ഞാൻ പ്രയോഗിച്ചു. അതിനെനിക്ക് ഡോക്ടറും സപ്പോർട്ട് ചെയ്തു. അതിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെന്റിലേറ്റർ മാറ്റി. വെന്റിലേറ്റർ മാറ്റിയിട്ട് കുട്ടിയെ എടുത്തിട്ട് ഇതുപോലൊരു ഗൗണിലേക്ക് നമ്മൾ ഇങ്ങനെ മൂടി വെച്ചപ്പോൾ കുട്ടി കുറച്ച് നേരം ഇങ്ങനെ കിടന്നിട്ട് തല ഉയർത്തി എന്നെ നോക്കി പുഞ്ചിരിച്ചു. ആ ഒരു ചിരി എനിക്ക് പ്രതീക്ഷ തന്നു. അതെ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. 10-30 വർഷമായിരുന്നു. അപ്പൊ അതും ഞാൻ നന്നായിട്ട് അവിടെ പ്രയോഗിച്ചു. ഇത് രണ്ടും കൂടെ ആയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുട്ടീനെ റൂം ടെമ്പറേച്ചറിലേക്ക് വേറെ റൂമിലേക്ക് മാറ്റി. 3 ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുട്ടീനെ മാറ്റി. 1 വർഷത്തോളം ഞാൻ വേറെ ആരെയും അടുപ്പിക്കാതെ ഞാൻ തന്നെ കുട്ടീനെ ഇതേ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇതേ രീതിയിൽ ഡോക്ടർ തന്ന സജഷൻസും എൻ്റെ ഈ മാഗ്നറ്റിക് ബെഡ് കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും വെച്ചിട്ട് എൻ്റെ മെഡിറ്റേഷനും അതിനകത്ത് യൂസ് ചെയ്ത് ഞാൻ നല്ല രീതിയിൽ അതിനെ 1 ഇയർ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ഇതിനിടയ്ക്ക് 3 മാസം 6 മാസത്തെ ചെക്കപ്പൊക്കെ നടത്തുമ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്രെയിൻ ഡാമേജ് ആണെന്ന് പറഞ്ഞു. ശരീരത്തിന് ഒരു അരഭാഗം മുതൽ താഴോട്ട് തളർന്നിട്ടാണുള്ളത്, കുട്ടി എഴുന്നേക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ
ഇത്രയും നാളും എനിക്ക് തരില്ല എന്ന് പറഞ്ഞ ആളെ, ദൈവം കൊണ്ടുപോകാനിരുന്ന ആളെ ഞാൻ പിടിച്ചു വാങ്ങിച്ചാണ്. അപ്പൊ എഴുന്നേൽപ്പിക്കേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. ഞാനതുകൊണ്ട് അതിൽ ശക്തമായിട്ട് തന്നെ നിന്നിട്ട് ഞാൻ ഓരോ ദിവസവും ചെയ്യുമ്പോൾ കുട്ടീനോട് പറഞ്ഞു കൊടുത്തു, എഴുന്നേക്ക് 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 എഴുന്നേക്ക്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ RIS സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് പറയുന്നോ അത് അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ഉറപ്പാണ് അത് നടക്കുമെന്ന്. കാരണം ഞാനിത് കുട്ടിയോടും പറഞ്ഞുകൊണ്ടിരുന്നു, ഞാനും പറഞ്ഞുകൊണ്ടിരുന്നു. 3 മാസം ആയപ്പോഴത്തേനും കുട്ടിക്ക് അമൃതം വീണു, തല പൊക്കി പിടിച്ചു. അതിനുശേഷം 6 മാസം ആകാറായപ്പോഴത്തേനും മുട്ടിൽ എഴുന്നേക്കാൻ തുടങ്ങി, നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ആ ഒരവസ്ഥയിൽ എത്തിയിരുന്നു. വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ബ്രെയിൻ ഡാമേജ് എന്ന് പറഞ്ഞു, സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന രോഗമാണെന്നും പറഞ്ഞു. ഞാൻ പറ്റാവുന്ന ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു വീണ്ടും. കാരണം വീട്ടില് അയലത്തുകാരും കൂട്ടുകാരും ഒക്കെ പറയുന്ന കേട്ടിട്ട് അവിടെ പോയാൽ ശരിയാവും, ഇവിടെ പോയാൽ ശരിയാവും, അവിടെ നേരത്തെ നേർന്നാൽ ശരിയാവും, ഇവിടെ നേരത്തെ നേർന്നാൽ ശരിയാവും, ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുമുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു മാഗ്നറ്റിക്കിൻ്റെ ഇതുകൊണ്ട് ഒരു തുള്ളി വെള്ളം കൊടുത്തപ്പോൾ എന്നെ നോക്കി പുഞ്ചിരിച്ചെങ്കിൽ അത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പം ആ ഉറപ്പിൻ്റെ മേല് ഞാൻ വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അത് ചെയ്തതിന് ശേഷം എൻ്റെ കുട്ടിയെ പിന്നീട് ഞാൻ ഡോക്ടറിന് ചെക്കപ്പ് ചെയ്തപ്പോൾ ബ്രെയിൻ ഡാമേജ് എന്ന് പറയുന്ന ഒരു സാധനമില്ല, മാറി. ആ ബ്രെയിൻ ഡാമേജ് മാറി കുട്ടി പിടിച്ചു നിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇന്ന് അവന് 7 വയസ്സുണ്ട്. അവൻ ഒരു സ്റ്റിക്കിൽ, ഒരു വാക്കിംഗ് സ്റ്റിക്കിൽ മെല്ലെ നടന്നു തുടങ്ങി. ഇപ്പോൾ അവൻ സ്പീഡിൽ നടന്നു തുടങ്ങി. അവൻ്റെ ഓരോ പുഞ്ചിരിയും എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. അതിനുശേഷം ആ ഡോക്ടേഴ്സ് എന്നെ കൊണ്ട് ഒരുപാട് അച്ഛന്മാർക്കും അമ്മമാർക്കും ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ബെഡ് എറണാകുളത്ത് തന്നെ ഒരു 450 ഞാൻ വിറ്റഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ വന്നിട്ട് ഞാൻ വിറ്റഴിച്ചതല്ല. അതിനു മുമ്പ് തന്നെ ഒരു കമ്പനി ഇതെനിക്ക് തന്ന കമ്പനിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ്. ആ സാധനം ഇന്ന് ഇവിടെ ഞാൻ എനിക്കറിയുന്ന രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കോടീശ്വരിയായിട്ട് നിൽക്കുമായിരുന്നു. അന്ന് അതെനിക്ക് പഠിപ്പിച്ചു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, പഠിക്കാനും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞത് എൻ്റെ ജീവിതത്തിലൂടെ ഞാനത് ട്രൈ ചെയ്തു. ഞങ്ങൾ 3 പേര്, ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും ഞാനും ജീവനോടെ വരാനുള്ള ഒരു കാരണം അതിൻ്റെ ഒരു മാഗ്നറ്റിക് പവർ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. ഇതൊരു കെട്ട് കഥയായിട്ട് പറയണതല്ല. കാരണം ഞാൻ അതിൻ്റെ ഓരോ ചുവടും ഞാൻ പോയതാണ്. ആവശ്യത്തിലധികം ഞാനത് അനുഭവിച്ചു. അതിനുശേഷം ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന്, ഞാനിപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. കുട്ടികൾ ബാംഗ്ലൂരിൽ തന്നെയാണ്. അവന് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവൻ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുവരെ ഞങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. ഇപ്പം എല്ലാം തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പം അവൻ എല്ലാവർക്കും അവൻ ക്ലാസ് എടുക്കും, അവൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ ഒരു ദിവസം കൊണ്ട് ഉപയോഗിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് മിറക്കിളാണ്. ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടും. പലരുടെ ശരീരം പല രീതിയിലാണ്. ചിലത് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും, ചിലത് 2 ദിവസം, ചിലത് 3 മാസം എടുക്കും, ചിലത് 6 മാസം എടുക്കും. പക്ഷെ നമ്മൾ ഇത് വിശ്വാസം കൈവിടാതെ നമ്മളത് സ്വീകരിച്ച് നമ്മൾ അതിൽ തന്നെ ഉറച്ച് വിശ്വസിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സകല രോഗങ്ങളും അതിൽ നിന്ന് മാറുമെന്ന് ഞാൻ പ്രൂവ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇതിനിടയ്ക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം എന്നെ കീഴടക്കി. അതും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ കയറി വന്ന് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് ഈ ഒരു മാസത്തിനിടയ്ക്ക് ഒരു 2-3 ക്ലാസ്സുകൾ ഹൈവേ ഗാർഡൻസിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കാലം മുമ്പേ സാറിനെ ഒക്കെ പരിചയപ്പെട്ടിരുന്നെങ്കിലും ഇവരൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ലിൻഡു, മേബിൾ, നന്ദ ഇവരൊക്കെ എന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വന്നിരുന്നെങ്കിലും പക്ഷെ ഞാൻ അതിലൊന്നും ചെയ്തുകൊണ്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ ബിസിനസ് അല്ലല്ലോ, നിങ്ങൾ ബിസിനസ് ചെയ്യൂ, ഞാൻ ഇവിടെ ഇന്ന് കാണാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ
അത് വീണ്ടും എന്നെ ഒരു ദിവസം നിർബന്ധിച്ച് ഞാനിവിടെ വന്നു. ഹൈവേ ഗൈഡൻസ് ക്ലാസ് ശരി ഒരു ഫുൾ ടൈം ക്ലാസ് കേൾക്കാമെന്ന് വെച്ച് വന്നു. ആ സമയത്തും എനിക്ക് H1N1 എന്ന് പറയുന്ന ഒരു പനി പിടിച്ചിട്ട് 15 ദിവസം ഞാൻ ഹോസ്പിറ്റലിലായി. അതിനുശേഷം വീണ്ടും വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 2 മാസത്തോളം ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്താണ് ശരി ഇപ്പൊ ഫ്രീ ആണല്ലോ, റെസ്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരുടെ കൂടെ വന്നു. ഒരു ദിവസത്തെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. ആ ക്ലാസ്സിൽ ഇവിടെ പലർക്കും അറിയാം. എനിക്ക് തോന്നുന്നു റാഫി സാറൊക്കെയാണെന്ന് തോന്നുന്നു. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അല്ലേ? കറക്റ്റ് അല്ലേ? കാരണം സാറ് വന്നപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഒന്നും വിചാരിക്കരുത്, എനിക്ക് എഴുന്നേക്കാൻ വയ്യ, എന്നെ കണ്ടാൽ ഭയങ്കര ആരോഗ്യമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് എഴുന്നേക്കാൻ വയ്യ, കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എൻ്റെ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇരുത്തിക്കൊണ്ട് എന്നെ ഷേക്കാണ്ട് തന്നു. എന്നിട്ട് എന്നെ വെൽക്കം ചെയ്തു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഈ കണ്ട കമ്മ്യൂണിറ്റിയിൽ എനിക്കൊരു ആകണമെന്ന് എനിക്ക് തോന്നി. അന്ന് പറഞ്ഞ ഈ മാഗ്നറ്റിക് ബെഡിൻ്റെ കാര്യം അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർത്തത്, ഇത് ഞാൻ ഈ അസുഖത്തിനെല്ലാം ഹോസ്പിറ്റലിൽ പോയല്ലോ, ഇതെന്തായാലും ഞാൻ വീണ്ടും ഉപയോഗിക്കാൻ എനിക്ക് റിസൾട്ട് കിട്ടിയതാണല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും വീട്ടിൽ പോയിട്ട് ഇതെല്ലാം തപ്പി നോക്കിയപ്പോൾ കുറച്ച് സാധനങ്ങൾ ബാംഗ്ലൂരാണ്, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇവിടെ. അപ്പോൾ കയ്യിൽ കെട്ടുന്ന ബാൻഡും കുപ്പിയിൽ കെട്ടുന്ന ആ ഒരു പാഡും ഉണ്ട്. ഞാനത് ആ പാഡ് കുപ്പിയിൽ കെട്ടുകയും ആ വെള്ളം ഞാൻ കുടിക്കുകയും ഞാൻ ആ കയ്യിലുള്ള മാഗ്നറ്റിക്കിൻ്റെ ആ ബ്രേസ്ലെറ്റ് കെട്ടുകയും ചെയ്തിട്ട് ഇപ്പോൾ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റിൽ പറഞ്ഞത് ലിവറിലേക്ക് എനിക്ക് ആ പനി ബാധിച്ചിട്ട് ഫാറ്റി ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്ന് പറയുന്ന സ്റ്റേജുകൾ കഴിഞ്ഞു. ലിവർ ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലെത്തി. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലിവർ സിറോസിസ് ആണ്. ലിവർ സിറോസിസിലേക്ക് പോകാതെ നമ്മൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റിറോയിഡ് അടങ്ങിയ കുറേ ടാബ്ലറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നു. ഞാനതെല്ലാം വാങ്ങിച്ചു. അത് സത്യം പറഞ്ഞാൽ ഈ പാഡ് കിട്ടിയതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് 5000-6000 ഒക്കെ രൂപ കൊടുത്തിട്ട് ഒരു മാസത്തെ ടാബ്ലറ്റ് വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. അതവിടെ വീട്ടിൽ തന്നെ ഇപ്പോഴും ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. ഇതിൻ്റെ അടുത്ത റിസൾട്ട് വരുമ്പോൾ കാരണം വെച്ചാൽ ലിവർ ഫൈബ്രോസിസ് എന്ന് പറയുന്നത് എനിക്ക് കുറഞ്ഞ് വീണ്ടും ഗ്രേഡ് താന്ന് വന്നിട്ടുണ്ട്. ഇനി അത് ഒട്ടുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ വേണം ഈ ടാബ്ലറ്റിൻ്റെ അടുത്ത് ഹസ്ബൻഡിൻ്റെ കൊടുക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് മാഗ്നറ്റിക് പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ്റെ വിലയുണ്ട്. എനിക്കതൊരു 20,000 രൂപ, 30,000 രൂപ, 50,000 രൂപ, 1,00,000 രൂപ എന്ന് പറഞ്ഞാലും എനിക്ക് അതല്ല അതിൻ്റെ വില. എൻ്റെ 3 ജീവന്റെ വിലയും കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ 3ാമത്തെ ജന്മമാണ് ഇതെൻ്റെ. ഈ 3ാമത്തെ ജന്മത്തിൽ എനിക്ക് ജസ്പെയ്ഡിലേക്ക് വരാൻ സാധിച്ചതിന് ഇന്നിപ്പോൾ ഞാൻ സർവേശ്വരനോട് നന്ദി പറയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും വലിയ മെറാക്കിൾസാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. ആ മെറാക്കിൾസ് ഞാൻ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് എനിക്ക് സാറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, സാർ അത്രയും നല്ലൊരു പ്രൊട്ടക്ഷനാണ് എനിക്ക് തരുന്നത്. ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി, ഇനി ഒരു ജോബിന് പോകണ്ട എന്ന് പറഞ്ഞപ്പോഴും ചിറ്റിലപ്പള്ളിയിൽ എന്നോട് പറഞ്ഞു എനിക്ക് പറ്റുന്ന സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പറ്റുന്ന സമയത്ത് നമ്മൾ കയറി ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റുള്ള സ്റ്റാഫുകൾ വിചാരിക്കും ഇവൾക്ക് മാത്രം എന്താണ് ഈ പറ്റുന്ന സമയം. ഞങ്ങളൊക്കെ ഈ നേരം വെളുത്ത് വന്നിട്ട് 11 മണിക്കൂറും 12 മണിക്കൂറും വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് മാത്രം എന്താണിത്. ഏതെങ്കിലും ഒരാൾ ചിന്തിക്കും. എന്നെ കണ്ട ഒരു അസുഖവും തോന്നുന്നുമില്ല, ഞാൻ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ എൻ്റെ തളർച്ച വരുമ്പോൾ ഞാൻ അതിനെ പവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ആ പവറിൽ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുമുണ്ട്. ലിൻഡു എന്നോട് ചോദിച്ചിരുന്നത് ചേച്ചി എങ്ങനെയുണ്ട് ഇപ്പോൾ? ഞാൻ ഓക്കെയാണ്. പലപ്പോഴും ലിൻഡു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയാണ്. ഓരോ ക്ലാസ്സിന് വരുമ്പോഴും ഞാൻ തളർച്ചയിൽ എനിക്ക് പറ്റാറുണ്ടായിരുന്നില്ല, പല എക്സ്ക്യൂസുകളും ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞ ലിൻഡു എനിക്ക് പറ്റുന്നില്ല, ഫുൾ ടൈം ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, കാരണം അത്രയും വേദന എനിക്കുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു ലിൻഡു ഐ ആം ഓക്കെ, എനിക്ക് പറ്റും, നോക്കാം, പറ്റുന്നത്രയും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾക്ക് വന്നത്. ഏകദേശം 3 ക്ലാസ് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. സൂമിൽ 1-2 തവണ കയറി. എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഓൺ ചെയ്യാനോ അതിൽ കംപ്ലീറ്റ് ആക്കാനോ കഴിഞ്ഞിട്ടില്ല. ആകെ ഒരു ക്ലാസ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ.
എന്നാലും ഞാൻ സൂം ഓൺ ആക്കും. പറഞ്ഞ് കേട്ടപ്പോൾ മുതൽ ഞാൻ സൂം ഓൺ ആക്കും. കാരണം എനിക്ക് ഇതെന്താണെന്ന് അറിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കും ആകണം, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം. എൻ്റെ 3 ജീവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും അതുപോലെ വിഷമിക്കുന്ന ഒരുപാട് ജീവനെ എനിക്ക് രക്ഷിക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത്. ഇനിയും ചിറ്റിലപ്പള്ളിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിട്ടില്ല, റിസൈൻ അവർ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു, കാരണം വെച്ചാൽ എനിക്ക് അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് എനർജറ്റിക്കായിട്ട് അവിടെ വർക്ക് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാറപ്പം എനിക്കൊരു ഓപ്ഷൻ തന്നു, വരൂ ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ കൈപിടിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആ പിച്ച് വയ്ക്കുന്ന വഴിയിലാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു ഇതായിട്ടൊന്നും വന്നിട്ടില്ല. എങ്കിലും 10 ഫ്ലോട്ട് ഞാൻ സെയിൽ ചെയ്തു. അതിലൊരു എല്ലാം EMI ഫ്ലോട്ടുകളാണ്. അതിലൊരു ഫ്ലോട്ടിൻ്റെ EMI അടച്ചു കഴിഞ്ഞു. അടുത്തത് ഇപ്പോൾ 15-ാം തീയതിക്കുള്ളിൽ അടയ്ക്കും. അഡ്വാൻസ് ടോക്കൺസ് എല്ലാം സാറിൻ്റെ അവിടെ വെച്ച് തന്നു. ഇനി അടുത്തത് കുറച്ച് പേര് മാഗ്നറ്റിക് ബെഡ് ചോദിച്ചിട്ടുണ്ട്, അവരിലേക്ക് എനിക്ക് അത് എത്തിക്കണം. ഞാനും വീണ്ടും ഒരു മാഗ്നറ്റിക് ഇതും കൂടെ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തു. കാരണം എനിക്ക് വേണ്ടി ഒരെണ്ണം എടുക്കണമല്ലോ. ഞാൻ ഒരെണ്ണത്തിൽ യൂസ് ചെയ്താലല്ലേ എനിക്ക് മറ്റൊരാളോട് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഞാനും അതെടുത്തു. ഇനിയും എല്ലാവരെയും അതുപോലെ തന്നെ കൊണ്ടുവരണം. ഒരുപാട് അമ്മമാരെ ഇതുപോലുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് വിഷമിക്കുന്നുണ്ട്, എനിക്കറിയാം. ഒരുപാട് നാൾ കാത്തിരുന്നിട്ടൊക്കെ കിട്ടിയ കുഞ്ഞുങ്ങളെ പല ഡാമേജോട് കൂടി കിട്ടുന്നതുണ്ട്. പക്ഷെ അവിടെയൊക്കെ അമ്മമാരും അച്ഛന്മാരും തകർന്നു പോവുകയാണ്. പക്ഷെ അവിടെ തകരരുത്. നമുക്ക് കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പിലെങ്കിലും നമ്മൾ പിടിച്ചു കയറണം. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അത് തന്നെയാണ്. അതെന്താണോ ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വഴിയുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തരാനായിട്ടൊരാളുണ്ട്. ഞാൻ ഇതേ കോഴ്സുകളൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ, സാറിപ്പോൾ പറഞ്ഞു സാറ് എവിടെയോ ദുബായിലോ എങ്ങാണ്ട് പോയിട്ടാണ് പഠിച്ചത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പല സാധനങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വന്ന് 5-6 ദിവസം നിന്നിട്ടും 10 ദിവസം നിന്നിട്ടും പഠിച്ചിട്ടുണ്ട്. ഓരോന്നിനും പേയ്മെൻ്റ് ആയിരുന്നു. 1 അവർ ക്ലാസ്സിന് വരെ പേയ്മെൻ്റ് ആയിരുന്നു. ഒരു ദിവസത്തെ ക്ലാസ്സിന് 10,000 രൂപ അടച്ച് 10 ദിവസത്തെ ക്ലാസ്സിലാണ് ഞാൻ മാഗ്നറ്റിക് തെറാപ്പി പഠിച്ചത്. 10 ദിവസത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് ആ മാഗ്നറ്റിക് തെറാപ്പി എനിക്ക് നന്നായിട്ട് എനിക്ക് റിസൾട്ട് തന്നു. അതെൻ്റെ കുട്ടിയുടെ ജീവനും എൻ്റെ ജീവനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവനും തന്ന സർവേശ്വരനോടും ആ മാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉണ്ടാക്കിയവരോടും അത് വിറ്റവരോടും വാങ്ങിയവരോടും ആരൊക്കെ സഹായിച്ചോ അവരോടെല്ലാം ഒരുപാട് നന്ദി. ഇപ്പോൾ ഒരു നല്ല ഹാപ്പിനെസ്സിലാണ് അത് പറയുന്നത്. നല്ല ഇതില് വിഷമമുണ്ട്, മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. എപ്പോൾ അത് ഓർത്താലും എനിക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. കാരണം ഞാൻ പോയ വഴി അതായിരുന്നു. ഒരു നിമിഷം പോലും എനിക്ക് ആ കണ്ണുനീരില്ലാതെ അത് പറയാനും പറ്റില്ല. പക്ഷെ ഞാൻ അവിടെ കയറി വന്നു എന്നുള്ളതാണ്. ആ പവർ ഇന്നിവിടെ ഞാൻ കണ്ടു. ആ പവർ, ആ കമ്മ്യൂണിറ്റി, ഒരാൾക്ക് ഒരു തളർച്ച വന്നാൽ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത്, നമ്മളിൽ ഉണ്ടാവുമെന്ന് പറയുന്നത് പഠിപ്പിച്ചു തരാനായിട്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവ നിയോഗം തന്നെയാണ്. അതിൽ നിന്ന് നമ്മൾ കയറി പോവുക, കിട്ടിയ ചാൻസ് കയറി പോവുക. അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മൾ തകർന്ന് കിടന്നിടത്തുനിന്നല്ലേ ഒരാൾ കൈ പിടിക്കുന്നത്, ആ കയ്യിൽ മുറുക്കെ പിടിക്കുക, പോവുക. ഞാനിപ്പോൾ അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ ഇതിലേക്ക് പ്രേരിപ്പിച്ച വിശാൽ സാറിനും നിസാർ സാറിനും എൻ്റെ ബിഗ് ഹാൻഡ്സ്.